വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ 2026 ബാച്ചിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ദിവസം വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്ന ടൈം അനുസരിച്ച് തന്നെ അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ലേറ്റ് ഫീ ഇല്ലാതെയാണ് ഈ ഒരു സബ്മിഷൻ ഡേറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ ഏത് രൂപത്തിലാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, 10 MB അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ PDF എന്നുള്ള രൂപത്തിൽ അസൈൻമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓൺലൈൻ സബ്മിഷൻ ആണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിന് മുൻപ് തന്നെ നമ്മൾ ഷെയർ ചെയ്തതാണ്. അതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യുക. അതുപോലെ അസൈൻമെന്റ് ഡേറ്റ് നമുക്കിപ്പോൾ 31/7/2026 നിന്നും 10/8/2026 ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അസൈൻമെന്റ് പ്രോപ്പറായിട്ട് എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ അസൈൻമെന്റ്സും കാര്യങ്ങളും എല്ലാവരും റിട്ടേൺ ചെയ്യുക. അതിൽ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കട്ടെ. അതുപോലെ തന്നെ അസൈൻമെന്റ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റ് ആയിട്ട് റീചെക്ക് ചെയ്യുക. ഇതിന് ശേഷം മാത്രം വേണം നിങ്ങൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസും ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്